ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. വ്യാപാരിയെ ഇടപാടിനെന്ന പേരിൽ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം മർദ്ദിച്ച് കെട്ടിയിട്ട് 20 കോടിയിലേറെ രൂപയുടെ വജ്രാഭരണങ്ങൾ കവർന്നു. ചെന്നൈയിലാണ് സംഭവം. ചെന്നൈ അണ്ണാനഗർ സ്വദേശിയായ ചന്ദ്രശേഖറാണ് കവർച്ചയ്ക്ക് ഇരയായത്. സംഭവത്തിൽ മറ്റൊരു വ്യാപാരിയായ ലണ്ടൻ രാജൻ, ഇയാളുടെ കൂട്ടാളി, ഇടനിലക്കാരായ 2 പേർ എന്നിവരെ ശിവകാശിയിൽ നിന്ന് പോലീസ് പിടികൂടി. വജ്രങ്ങൾ വാങ്ങാനെന്ന വ്യാജേന ലണ്ടൻ രാജൻ ചന്ദ്രശേഖറിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. മുൻ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായ ശേഷം ആഭരണങ്ങൾ കൈമാറാനും പണം വാങ്ങാനുമായി ചന്ദ്രശേഖർ മകൾ ജാനകിക്കൊപ്പം ഹോട്ടലിലെത്തി. ഇടപാടുകാർ പറഞ്ഞതു പ്രകാരം ചന്ദ്രശേഖർ മാത്രമാണ് ഹോട്ടൽ മുറിയിലേക്ക് വജ്രാഭരണങ്ങളുമായി പോയത്. സമയം ഏറെയായിട്ടും ചന്ദ്രശേഖർ തിരികെ വരാതിരുന്നതോടെ മകൾ അന്വേഷിച്ച് മുറിയിൽ എത്തിയപ്പോഴാണ് മുറിയിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. ഹോട്ടലിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികൾ സഞ്ചരിച്ച കാർ തിരിച്ചറിഞ്ഞ് ശിവകാശി ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ച് വാഹനത്തിൽ നിന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു. ജോലി സ്ഥലത്ത് നിന്ന് ഡെലിവറി ഏജന്റിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു കൊന്നു. ബംഗളൂരു ദേവനഹള്ളിയിലെ പ്രശാന്ത് നഗർ സ്വദേശിയായ പ്രീതം ആറാണ് മരിച്ചത്. മുൻ കാമുകിയുടെ ബന്ധുവും അയാളുടെ സുഹൃത്തുക്കളുമാണ് കൊല നടത്തിയത്. 22നും 25നും ഇടയിൽ പ്രായമുള്ള 5 യുവാക്കളാണ് കേസിൽ അറസ്റ്റിലായത്. പ്രീതം ഒരു ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനിയുമായി പ്രണയത്തിലായിരുന്നു. പിന്നീട് പെൺകുട്ടി ഇയാളിൽ നിന്ന് അകന്നു. തുടർന്നും യുവതിയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിന് കാരണം. ബന്ധുവായ ശ്രീകാന്തും സുഹൃത്തുക്കളും കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. യുവാവ് ബോധരഹിതനായപ്പോൾ ദേവനഹള്ളിയിലെ ഒരു സ്കൂളിന് സമീപം യുവാവിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. പുലർച്ചെ 3 മണിക്ക് ജോലി കഴിഞ്ഞ് എത്തേണ്ട മകൻ വരാത്തതിനെ തുടർന്ന് പ്രീതത്തിന്റെ അച്ഛൻ അന്വേഷിച്ച് ഇറങ്ങി. അന്വേഷണം തുടരുന്നതിനിടയിൽ മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസിൽ നിന്ന് വിവരം ലഭിക്കുകയായിരുന്നു. ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ യുവാവിന്റെ മൃതദേഹത്തിൽ ക്രൂരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പോലീസുകാർ പറഞ്ഞു. BJP മഹിളാ മോർച്ച മുൻ നേതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. മഹിളാ മോർച്ച തഞ്ചാവൂർ മുൻ ജില്ലാ ഭാരവാഹിയായ ശരണ്യാണ് കൊല്ലപ്പെട്ടത്. സംഭവം രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും കുടുംബ കലഹമാണെന്നും പോലീസ് പറഞ്ഞു. ശരണ്യെ കൊലപ്പെടുത്തിയ 3 പേർ സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ശരണ്യയുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ മകനും മറ്റ് 2 പേരുമാണ് കീഴടങ്ങിയത്. സ്വത്ത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2022-ൽ തമിഴ്നാട് സംസ്ഥാന മന്ത്രിയായിരുന്ന PT ആറിന് നേരെ ചെരിപ്പെറിഞ്ഞ കേസിലടക്കം പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട ശരണ്യ. കോട്ടയം കറുകച്ചാലിൽ കാർ ഇടിച്ച് യുവതി മരിച്ചത് കൊലപാതകമെന്ന സംശയം. യുവതിയെ മനഃപൂർവ്വം കാർ ഇടിപ്പിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തി. കൂത്രപ്പള്ളി സ്വദേശിനിയും ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽസ് ഷോപ്പിലെ ജീവനക്കാരിയുമായ നീതു നായരാണ് മരിച്ചത്. നീതുവിന്റെ മുൻ സുഹൃത്ത് കാഞ്ഞിരപ്പള്ളി സ്വദേശി അൻഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീതു കുറച്ചു കാലമായി ഭർത്താവുമായി അകന്നു കഴിയുകയാണ്. ഇന്നലെ രാവിലെ കറുകച്ചാൽ വെട്ടുകല്ലിന് സമീപത്ത് വെച്ചാണ് നീതുവിനെ വാഹനം ഇടിച്ചത്.